ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ വേർതിരിച്ച് അവരെ വിളിച്ച് ക്രിസ്തുവിനോട് ചേർത്ത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്ന പ്രത്യേകമായ കാലഘട്ടമായിട്ട് നമുക്ക് തന്നെ അതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ വേദഭാഗത്തിലൂടെ നമ്മൾ കേട്ടതും കുർബാന അവസാനത്തിലെ ഹൂത്തോമയിൽ പ്രത്യേകമായിട്ട് പാടിയതുമായ ഭാഗത്ത് നമുക്കത് വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് 4 പേരെ പുതുതായിട്ട് വിളിച്ച് ചേർക്കപ്പെടുക. ആദ്യം വിളിക്കുന്നത് പത്രോസിനെയും അന്ത്രയോസിനെയും, രണ്ടാമത് യാക്കോബിനെയും യോഹന്നാനെയും. ഈ 4 പേരും മുക്കുവരായിരുന്നു എന്നുള്ളത് ആ വേദഭാഗത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും തക്കവണ്ണം സാധിക്കും. അങ്ങനെ മുക്കുവരായിട്ടുള്ളവരെയും പരീശന്മാരായിട്ടുള്ളവരെയും ചുങ്കക്കാരായിട്ടുള്ളവരെയും ഒക്കെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ച് തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ നിറപടിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തത് എന്നത് നമുക്ക് വ്യക്തമാണ്. ഈ ശിഷ്യന്മാരായി തീരുവാൻ തക്കവണ്ണമുള്ള ചില ഗുണങ്ങൾ അനിവാര്യമായിട്ടുള്ളതാണ്. പ്രത്യേകമായും ക്രിസ്ത്യാനി എന്ന വലിയൊരു വിളിക്ക് നമ്മളെല്ലാവരും അർഹരായി തീർന്നവരാണ്. ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവർ എന്നൊക്കെ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ക്രിസ്തു ആഗ്രഹിച്ച തരത്തിലാണോ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ട തരത്തിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊന്ന് വിചിന്തനം ചെയ്യുന്നത് അനിവാര്യമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന് നമ്മെ തന്നെ സ്വയമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ആ ശിഷ്യത്വത്തിന് ആവശ്യമായ ചില ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒന്നാമത്തേത് ഒരു വിധേയത്വം. ദൈവസന്നദ്ധയിൽ പൂർണ്ണമായൊരു വിധേയത്വം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ 4 പേരെ വിളിക്കുന്ന അവസരത്തിലും അവർ മീൻ പിടിക്കുന്ന സാഹചര്യത്തിലാണ് പത്രോസും അന്ത്രയോസും. യാക്കോബും യോഹന്നാനും തൻ്റെ പിതാവിനോടൊപ്പം വല നന്നാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവരെ ക്രിസ്തു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ യാതൊരു തടസ്സവും ഒന്നും പറയാതെ എത്രയും പെട്ടെന്ന് തന്നെ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യുന്നതായിട്ട് ആ വേദഭാഗത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുകയോ ഒന്നും പോലും ചെയ്യാതെ ഒരു വിധേയപ്പെട്ട് ക്രിസ്തുവിൻ്റെ വാക്കിന് അത്രമാത്രം വില കൊടുത്ത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളോട് അത്രമാത്രം താതാത്മ്യപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് സ്വയമായിട്ട് വിധേയപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം അവർ ഏർപ്പെടുകയാണ്. ഒരു വിധേയപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് ഉള്ളതാണ്. അത് പല സാഹചര്യത്തിലാണ്. ദൈവികമായ കാര്യങ്ങളിൽ, കൗദാശികപരമായ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം. നമ്മൾ ഏർപ്പെടുന്ന സ്ഥലങ്ങളിലും ഏർപ്പെടുന്ന മേഖലകളിലുമൊക്കെ നമ്മളോടുള്ള ഒപ്പമുള്ളവരോടും നമ്മുടെ കൂടെയുള്ളവരോടും ഒക്കെ ചേർന്ന് വിധേയപ്പെട്ട് ജീവിക്കുവാനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനുമുള്ള വലിയൊരു മനസ്സും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് കന്യക മറിയാം ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ വിധേയപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എന്താണോ അവിടുത്തെ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം എന്നുള്ളത് ഒരു വിനയത്തിൻ്റെയും ഒരു സ്വയം സമർപ്പണത്തിൻ്റെയും വലിയൊരു ചിത്രമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അത് ഏത് മേഖലകളിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്കൊന്ന് വിധേയപ്പെടുവാൻ, ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണമുള്ളൊരു മനസ്സ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ കബറിടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ പിതാവ് നമ്മോട് സംസാരിക്കുന്നത് അത് മാത്രമാണ്. എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുക. യാതൊന്നും തൻ്റെ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ തന്നെ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി. എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്തെങ്കിലും അവിടെയെല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം എന്നുള്ളത് മാത്രം. ആ ഒരു വിധേയപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമായിട്ട് ഉള്ളതാണ് എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തും. രണ്ടാമത്, ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ നിയോഗമാണ്. ആ നിയോഗത്തിൽ ചില പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്യുവാനും നേരിടുവാനും തക്കവണ്ണമുള്ളൊരു ആത്മീയ ബലം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകമായും പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു വിളിയാണ്. ആ വിളിക്ക് അനുയോജ്യമായി ജീവിക്കണമെന്ന് പലപ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് പ്രത്യേക ഒരു പൗരോഹിത്യം പുരോഹിതന്മാർക്ക് ലഭിച്ചെങ്കിലും
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ്. അത് പ്രത്യേകമായ പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. മാമോദീസ ഏറ്റവരെല്ലാം ഈ രാജകീയ പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഒരു നിയോഗമുണ്ട്, ഒരു വിളിയുണ്ട്. ആ വിളി എന്താണെന്ന് തിരിച്ചറിയുവാനും ആ വിളിക്ക് അനുയോജ്യമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഇടയാകണമെന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ വിളിക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഒരുപാട് പേർ നമ്മളെ കുറ്റപ്പെടുത്തും, ഒരുപാട് പേർ നമുക്കെതിരെ സംസാരിക്കും. അങ്ങനെ പലതും നമുക്ക് നേരിടേണ്ടി വന്നെങ്കിലും ആത്യന്തികമായി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടാകുള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ധാരാളമായി ഉൾക്കൊള്ളുക. അവൻ അനുഭവിച്ച പീഡകളും അവൻ അനുഭവിച്ച വേദനകളും അവൻ അനുഭവിച്ച നൊമ്പരങ്ങളും ആശ്ലേപങ്ങളും ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം അവൻ അനുഭവിച്ചിട്ടുണ്ട്. ആ പീഡകളൊക്കെ അനുഭവിക്കുമ്പോഴും വിനയത്തോടും ദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണത്തിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണോ അതിനെ കൃത്യമായി നിറവേറ്റുവാൻ തക്കവണ്ണം ക്രിസ്തു എപ്പോഴും സന്നദ്ധനായിരുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകേണ്ട സത്യവും അതാണ്. നമ്മൾ ക്രിസ്തുവിന് ശിഷ്യന്മാരായി അനുയാത്രികളായി മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ധാരാളമായി വരുമ്പോഴും നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. എന്താണോ അവൻ നമ്മെ കൊണ്ട് ആവശ്യപ്പെടുന്നത് അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ, അതിനൊരു ആത്മീക ബലം നമ്മൾ ആർജിച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാ. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അവസരത്തിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകയാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ആത്മീകമായ ശക്തി ദൈവമേ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ശക്തിയിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകും. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ പല ആൾക്കാരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അവിടെ എല്ലാം തിരുമേനി പറയുന്ന ഒറ്റൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, അവൻ എന്നെ ശക്തിപ്പെടുത്തും എന്നുള്ള ബോധ്യം അത് തിരുമേനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കണം. അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിരവധിയായി നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയെല്ലാം തളർന്നു പോകാതെ മുമ്പോട്ട് നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാനാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സുകളെ സ്വാധീനിക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ മനസ്സിൽ ഒരല്പം ഇടം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവനാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ.